മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ 50 ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്കിന്റെ സമഗ്ര നവീകരണ പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ 50 ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്ക് സമഗ്ര നവീകരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അംഗീകാരം നേടിയ പദ്ധതിയാണ് പുതിയ ഭരണസമിതിയുടെ പരിഷ്കരണത്തോടെ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി നിലവിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്ത സ്ഥലത്ത് മതിയായ പാർക്കിംഗ് സംവിധാനവും കോഫി ഷോപ്പും പൊതു ശൗചാലയവും കുട്ടികൾക്കായുള്ള കളി ഉപകരണങ്ങളും ഉൾപ്പെടുത്തി പാർക്കിനെ ആധുനിക രീതിയിൽ പുനഃക്രമീകരിക്കുന്ന തരത്തിലുള്ള പുതിയ DPR തയ്യാറാക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ കല്ലിടൽ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. ഡ്രീംലാൻഡ് മുനിസിപ്പൽ പാർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് ആരോപണങ്ങളിൽ കടന്നിരുന്നതാണ്. എന്തുകൊണ്ട് കളി ഉപകരണങ്ങൾ നന്നാക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസും ഇതിനെ പറ്റിയുള്ള പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ വെറുതെ ഒരു പാഴ്സലുമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരവും ഏറ്റവും മനോഹരമാക്കി എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു പാർക്ക്, ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള 4 ഏക്കറോളം സ്ഥലമുള്ള പാർക്കാണിത്. അപ്പോൾ അതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യണം. അതിനുവേണ്ടി ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്, അല്ലെങ്കിൽ താൽക്കാലികമായ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലല്ല എന്നുള്ളത് ഭരണസമിതിയുടെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്ന ശ്രീ PP എൽദോസിൻ്റെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമം തുടങ്ങുകയും അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 50 ലക്ഷം രൂപയുടെ പാർക്ക് നവീകരണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിമനോഹരമായിട്ട് തന്നെയാണ് നമ്മളതിൻ്റെ 3D DPR തയ്യാറാക്കിയിരിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ നമ്മുടെ ഇവിടുത്തെ ഓപ്പൺ സ്റ്റേജിൻ്റെ വർക്കുകളും കഫറ്റേരിയയുടെ വർക്കുകളും ഒക്കെ ഇതേ തുടർന്ന് തന്നെ നടക്കും. പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പാർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനും കൂടി ഒരു പരിഹാരം കാണുകയാണ്. കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഇതിനാവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. ഇവിടെ കൃത്യമായി സ്പേസ് യൂട്ടിലൈസേഷനിലൂടെ ഇവിടെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനും കൂടെ ഒരുക്കിയതിന് ശേഷമാണ് ഈ പാർക്ക് നവീകരണത്തിന് DPR തയ്യാറാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിനു മടേക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അസം ബീഗം, രജിത P, കൗൺസിലർമാരായ സജി ചാത്തങ്കണ്ടം, ഷിത റാണി തോമസ്, മനു റോയ്, മുനിസിപ്പൽ എഞ്ചിനീയർ ദിലീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബേസിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.